വിശേഷം? സാറിന്റെ പേര് പറഞ്ഞില്ല. അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. നമസ്കാരം ലണ്ടൻ. മാന്യ സദസ്സിന് വന്ദനം. എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഇവിടെ കേൾക്കുന്ന ആദ്യത്തെ മലയാള ശബ്ദം, മലയാള വാക്കുകൾ ഇതായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കട്ടെ, ഞാൻ ഇവിടെയാണെന്ന്. ഒത്തിരി ഒത്തിരി സന്തോഷം. കുറച്ചു നേരം ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചോട്ടെ. ഒരു 2 മിനിറ്റ് എടുക്കുള്ളൂ. എന്നാ ഞാൻ തുടങ്ങട്ടെ. സത്തമാ, ഞാൻ കുറച്ച് നാളായി ഈ മൈക്കും പിടിച്ച് പല പല ഷോസ്, ചെറുതും വലുതായിട്ടുള്ള ഷോസൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഈ 13 വർഷത്തെ കരിയറിൽ ആദ്യമായിട്ടാണ് പുറത്ത്, പ്രത്യേകിച്ച് UK, യൂറോപ്പ് സൈഡിലൊക്കെ ഒരു ഷോയ്ക്കായിട്ട് വരുന്നത്. ഓക്കെ, UK, യൂറോപ്പ് എന്ന് മാത്രമല്ല, ദുബായിലല്ലാതെ പുറം രാജ്യത്ത് പോയൊരു ഷോ ചെയ്യുന്നത്, അവിടുത്തെ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നാൾ ആലോചിച്ചു, എന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത, എന്താ അങ്ങനെ വരാത്ത. കഴിഞ്ഞ 2 ആഴ്ചയിലാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി അതിൻ്റെ ആൻസർ എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വന്ന് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള കാരണവും, നിങ്ങളവിടെ ഒരുപാട് തിരക്കിടയിൽ നിന്ന് ഈ അരീനയിൽ വന്നിരിക്കുന്നതിൻ്റെ കാര്യം ഒറ്റ റീസൺ ആണെന്ന് എനിക്കറിയാം. ദാറ്റ് ഈസ് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. അങ്ങനെ വിളിക്കൂല, മനസ്സ് തുറന്ന് ലാലേട്ടാന്ന് വിളിക്കും. ഒരു വലിയ, അതെ ലാലേട്ടാ, ഒരു വലിയ ഇൻട്രോ കൊടുത്ത് ഒരു ഗംഭീര വലിയ വലിയ കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ലാലേട്ടനും ഇവിടെ വരുന്നവർക്കുള്ള ആ ഇൻട്രോ തന്ന് അവരും നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള അകലം കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സ് തുറന്ന് നമ്മൾ വിളിക്കും. ആ വിളി കേട്ട് അകത്തുനിന്ന് ഓരോരുത്തരായിട്ട് വന്ന് നിങ്ങൾക്ക് പോയി പെർഫോം ചെയ്യും. അടുത്ത 2.5-3 മണിക്കൂർ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല 2-3 മണിക്കൂർ എൻജോയ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? Are you ready, London? ഈ അരീനയിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളം ഷോ വരുന്നത് അല്ലേ? വലിയ അതായത് മൈക്കിൾ ജാക്സൺ, ബീറ്റിൽസ് പോലെ അത്രയും വലിയ ആൾക്കാർ പെർഫോം ചെയ്ത ഈ പ്രസ്റ്റീജിയസ് അരീനയിൽ നമ്മുടെ നാട്ടിൽ നിന്ന്, മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് വരുന്നത് ലാലേട്ടനാണ്. ലാലേട്ടന്റെ കൂടെ, ലാലേട്ടന്റെ നിഴലായി നിങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റിയുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇന്നത്തെ ദിവസം വി ആർ സെലിബ്രേറ്റിംഗ് 2 ലെജൻഡ്സ് ഹിയർ. ലാലേട്ടനൊപ്പം നമ്മൾ ജനിച്ച നാൾ മുതൽ, നമ്മൾ പാട്ടുകൾ ആസ്വദിക്കാൻ തുടങ്ങിയ നാൾ മുതൽ നമ്മൾ ആസ്വദിക്കുന്ന ഒരു ശബ്ദമുണ്ട്. എത്ര കേട്ടാലും അടുക്കാത്ത, എത്ര കേട്ടാലും മതി വരാത്തൊരു ശബ്ദം. കേരളത്തിന്റെ, ഇന്ത്യയുടെ, മലയാളികളുടെ വാനമ്പാടി ചിത്ര ചേച്ചി. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, അവർ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരുമിച്ച് പെർഫോം ചെയ്യുന്നത്. അതാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. നീലക്കുറിഞ്ഞി 12 വർഷത്തിലേ പൂക്കുള്ളൂ. ഇതിനി എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കൺകുളിർക്കെ കണ്ടോ. അവർ രണ്ടുപേരും പെർഫോം ചെയ്യുന്ന ഫ്രെയിം മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചോ. ആയുഷ്കാലത്തേക്കുള്ളതാ. ശരി, തുടങ്ങാം. ഓക്കെ, ബോയ്സ് ആൻഡ് ഗേൾസ്, ladies and gentlemen, this is complete Dr. Mohanlal live in London Beyond Screen, and even by UK Event Life and Tutors Valley Education, presented by DSL Group and powered by Vishwas. തുടങ്ങാം. Let's welcome ചിത്ര ചേച്ചിയെ. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ. മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി, നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ചിത്ര ചേച്ചി. ഞാൻ ആദ്യം പാടിയത് രാധാകൃഷ്ണൻ ചേട്ടനാണ്. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖിന്റെ മൗനം. அவங்க எக்ஸ்ட்ராடனரி டேலண்ட் அண்ட் எக்ஸ்ட்ராடனரி வாய்ஸ், ஒரு லெகசியை வச்சுட்டு போயிருக்காங்க. அவ்வளோ சாங்ஸ், அவ்வளோ ஃபேன்ஸ். അന്നും ഇന്നും ചിത്ര ഒരേ
personality. You have been an inspiration throughout my career, one of the world's best singers, but also as one of the world's best human beings. And Chitra, excellent singer. I can never ever sing like say for example Chitra. அந்த நதியின் கரையை நான் கேட்டேன், அந்த காற்றை நிறுத்தியும் கேட்டேன், வான்வெளியை கேட்டேன், விடையே இல்லை. வான்வெளியை கேட்டேன், விடையே இல்லை. இறுதியில் உன்னை கண்டேன், இருதய பூவில் கண்டேன். இறுதியில் உன்னை கண்டேன், இருதய பூவில் கண்டேன். கண்ணாமூச்சி ஏனடா என் கண்ணா, நான் கண்ணாடி பொருள் போலடா. என் மனம் உனக்கொரு விளையாட்டு பொம்மையா, என் மனம் உனக்கொரு விளையாட்டு பொம்மையா, எனக்கென உணர்ச்சிகள் தனியாக இல்லையா, நெஞ்சின் அலை உறங்காது. இதழ் கொண்டு வாய் மூடவா என் கண்ணா. இதழ் கொண்டு வாய் மூடவா என் கண்ணா,
ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. സുഖമായിരിക്കുന്നോ എല്ലാവരും? കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ലണ്ടനിൽ വന്നു. അതൊരു സ്പെഷ്യൽ ഇവൻറ്റ്. മോഹൻലാൽ സാറിൻ്റെ ഷോവിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഊർജം അല്ലെങ്കിൽ ആ ഒരു എനർജി, ആ ഒരു എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു ഡെഡിക്കേഷനും ആ പാഷനും കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് റിഹേഴ്സലിനാകട്ടെ എല്ലാ കാര്യത്തിലും സ്കിറ്റ്, പാട്ട് എല്ലാത്തിനും മുൻപിൽ നിന്ന് അത് അത്രയും എനർജറ്റിക്കായിട്ട് ചെയ്ത് നമ്മളൊക്കെ ക്ഷീണിച്ചിരുന്നാൽ പോലും അദ്ദേഹത്തിനൊരു ക്ഷീണമില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ ദൈവമേ 100 വർഷം. അങ്ങനെ അത്രയും എനർജറ്റിക്കായിട്ട് നിന്ന് അത്രയും പാഷനേറ്റായിട്ട് ചെയ്യുന്നൊരു ആളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറയായിരുന്നു, വെറുതെ അല്ല ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത്, വെറുതെ അല്ല. തീർച്ചയായിട്ടും അദ്ദേഹം അതിനേക്കാൾ മേലെ ഡിസേർവ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും പോലെ ഞാനും അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ എനിക്കും ഇതൊരു ഫാൻ മൊമെൻ്റാണെന്ന് പറയാം. തീർച്ചയായിട്ടും കൂടെ നിന്ന് പാടുന്നതും റിഹേഴ്സലും ഒക്കെ. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു അനിയൻ എന്ന് പറയാം. നിങ്ങളെല്ലാവരും സ്റ്റാർ സിംഗർ കാണുന്നവരായിരിക്കുമല്ലോ. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും അതുപോലെ എനിക്ക് ഇടയ്ക്കിട്ട് ഓരോ പാരകൾ തരുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയൻ, ഏറ്റവും നല്ലൊരു ഗായകനും കൂടെ ആയ യുവ ഗായകൻ വിധു പ്രതാപ്. സുഖമല്ലേ? നിങ്ങളെ ഓരോരുത്തരെ പോലെ തന്നെയും ഞാനും ഭയങ്കര ത്രിൽഡാണ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 വ്യക്തികൾ, ലാലേട്ടനും ചിത്ര ചേച്ചിയും. അവരാദ്യമായി ഒന്നിക്കുന്ന ഈ സ്റ്റേജിൽ എനിക്കും ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മഹാഭാഗ്യങ്ങളിൽ ഒന്നായി തന്നെ വിശ്വസിക്കുന്നു. ചേച്ചി അപ്പോൾ പാടാം അല്ലേ? നമുക്ക് ലാലേട്ടൻ്റെ സിനിമയിലത്തെ ഒരു പാട്ട് തന്നെ പാടാം. അതെ, നിങ്ങൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടൻ്റെ ഒരു ഉഗ്രൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സോങ് ആണ്. റെഡിയല്ലേ? ഒന്നാഞ്ഞൊന്ന് കൈയടിച്ച് തന്നെ കേൾക്കട്ടെ. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിനച്ചിരിപ്പുണ്ട്. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിനച്ചിരിപ്പുണ്ട്. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. ആഹാ
ചാന്തണി ചിങ്കാരി ചിപ്പി വളക്കിന്നാരി നീ എന്നെ എങ്ങനെ സ്വന്തമാക്കി കൊഞ്ചടി പെണ്ണേ മറിമാൻ കണ്ണേ കാമൻ വീട്ടും മായാവീണേ ചിക്കം ചീലമ്പുന്ന തങ്കച്ചീലം വിട്ട് തെന്നി തുളുമ്പടി കള്ളിപ്പെണ്ണേ കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടാച്ചമങ്ങേനടി കാപ്പിട്ട് പാറിപ്പറന്നു നീ പോരുന്നുണ്ടോ നില്ലടി 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 നിന്നോടെ കുഞ്ഞിക്കുറുമ്പൊന്നു കാണട്ടെ ഞാൻ കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി